ഞാൻ ഡോക്ടർ മീര. ALH ക്ലബിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഔഷധക്കൂട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ തന്നെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് തൊണ്ടയിൽ കെട്ടുന്ന കഫം, അതുപോലെ ചുമ, ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഔഷധക്കൂട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെ കൊണ്ട് ഉണ്ടാക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതി അത് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നത്. അതായത് കുരുമുളക്, തിപ്പലി, ഏലക്ക, ഇത് മൂന്നുമാണ് നമുക്ക് ഈ ഔഷധക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതൊക്കെ എന്താണെന്ന്. അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ഫോട്ടോയും കാണിച്ചു തരാം. ആദ്യത്തേത് കുരുമുളക്, അതായത് പെപ്പർ. രണ്ടാമത്തേത് തിപ്പലി, അതായത് പൈപ്പർ ലോങ്ങം. മൂന്നാമത്തേത് ഏലക്ക, അതായത് കാടമം. ഇത് മൂന്നും സമമായിട്ട് എടുക്കുക. അതായത് 10 ഗ്രാം കുരുമുളക് എടുക്കുകയാണെങ്കിൽ 10 ഗ്രാം തിപ്പലി എടുക്കുക, 10 ഗ്രാം ഏലക്ക എടുക്കുക. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇടിയലിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ പൊടി നമ്മുടെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. തൊണ്ടയിലെ കഫക്കെട്ടൊക്കെ തുടങ്ങുന്ന സമയം തന്നെ നമുക്കിത് ചെയ്തെടുത്ത് ഡെയിലി ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണിത്. ഡെയിലി നമുക്ക് ഒരു 4 മുതൽ 5 നേരം വരെ ഇത് കഴിക്കാവുന്നതാണ്. 3 ഗ്രാം എടുത്ത് അതിന് സമം തേനും ചേർത്ത് നമുക്ക് വായിലിട്ട് അലിയിച്ചിറക്കാവുന്നതാണ്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും 3 ഗ്രാം എടുക്കുക, അതിന് സമം തേനും കൂടെ ചേർത്ത് നമുക്ക് അലിയിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടാവുന്നതാണ്. അതായത് തൊണ്ടയിൽ കിട്ടുന്ന കഫം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ. ഈ ചുമ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അത് ചിലപ്പോൾ ഉറങ്ങുമ്പോഴായിരിക്കും, ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ പുറത്ത് പോകുമ്പോഴും. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചുമച്ചുകൊണ്ടൊക്കെ പുറത്ത് പോകുമ്പോഴേക്കും നമ്മളെല്ലാവരും ഒന്ന് ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടി കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റം വരുത്താവുന്നതാണ് ഈ ചുമയ്ക്കും കഫക്കെട്ടിന്. പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞോട്ടെ, പലരും തെറ്റായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവിധ ചുമകൾക്കും നമ്മുടെ വീട്ടിലുള്ള ചുക്ക് കാപ്പി, അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓരോരോ ഔഷധക്കൂട്ടും മതി അത് മാറ്റാമെന്ന്. അത് വളരെ തെറ്റായ കാര്യമാണ്. നമുക്കിപ്പോൾ ചുമ തുടക്ക സ്റ്റേജിലോ അതല്ലെങ്കിൽ തൊണ്ടയിൽ കെട്ടുന്ന കഫക്കെട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ചുമയ്ക്ക് നമ്മളിങ്ങനെ ഔഷധക്കൂട്ടുകളും ചുക്ക് കാപ്പി, ചൂടുവെള്ളം എല്ലാം കുടിക്കുമ്പോഴേക്ക് അതങ്ങനെ മാറിക്കോളും. പക്ഷെ നിങ്ങളുടെ ചുമ 10 ആഴ്ചയിൽ കൂടുതലാണെങ്കിൽ ഈ ചുമയുടെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് ഈ കഫത്തിൻ്റെ കൂടെ രക്തം കാണുന്നത്, അതുപോലെ ദേഹത്ത് പല സൈഡുകളിലും നീര് കാണുന്നത്, അതുപോലെ തന്നെ ഈ ചുമയോടുകൂടി പനി കണ്ടുവരുന്നതും നിസ്സാരമായിട്ട് കാണരുത്. ഇത് വെറും ഒരു ചുമയല്ല, പല അസുഖങ്ങളുടെയും ഒരു ലക്ഷണമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നെടുക്കുക. എങ്കിൽ മാത്രമേ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീട്ടിലുള്ള ഒരു കാര്യവും നിങ്ങൾ പരീക്ഷിച്ച് നോക്കരുത്. അതായത് വീട്ടിലുള്ളത് മാത്രമല്ല, വേറെ ആൾക്കാർ പറഞ്ഞു തരുന്ന ഒന്നും നിങ്ങൾ ചെയ്ത് നോക്കരുത്. അത് ഭാവിയിൽ നിങ്ങൾക്ക് പിന്നെയും ദോഷമായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് രീതിയിൽ മരുന്നെടുത്ത് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. എല്ലാവരും സന്തോഷവും ആരോഗ്യവുമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.